നിയമം മൂലം മാത്രം ലഹരി വ്യാപനം തടയാൻ കഴിയില്ലെന്നും സ്വയം അവബോധം നേടി ലഹരിയെ തൂത്തെറിയാൻ ഓരോ വ്യക്തികൾക്കും കഴിയണമെന്നും സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. ഏറ്റുമാനൂർ മംഗളം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായ പോരാട്ടം അവനവനിൽ നിന്നും കുടുംബത്തിൽ നിന്നും തുടങ്ങണം. പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രകൃതി സംരക്ഷണത്തോടൊപ്പം ലഹരിക്കെതിരായ പോരാട്ടത്തിനും നാം തയ്യാറാകണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്തിനും നമുക്ക് ഉപയോഗിക്കാം. സിന്തറ്റിക് ലഹരിയും മറ്റ് ലഹരികളിൽ വായന എന്ന ലഹരിയുണ്ട്, അത് നമുക്കെടുക്കാം. സ്പോർട്സ് എന്ന ലഹരിയുണ്ട്, നമുക്കെടുക്കാം. നമുക്ക് ആർട്സ് വിഭാഗത്തിൽ ലഹരിയുണ്ട്, അതെടുക്കാം. ആ വായന ലഹരിയായിട്ട് എടുക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? ഒരു തൈ നടാം അമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നന്മയ്ക്കു വേണ്ടി. ആരുടെയാണ് ഈ കവിത? അവിടെയാണ് ഈ പ്രശ്നം. നമ്മുടെ ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് പോകുമ്പോൾ കേവലം പുസ്തക പുഴുക്കളായി സിലബസിൽ മാത്രം കേന്ദ്രീകരിച്ചു പോകേണ്ടവരല്ല. അത്യാവശ്യം നമ്മുടെ പൊതുവിജ്ഞാനം ഉണ്ടാകുന്ന പഠനം ഗൂഗിളിൽ സെർച്ച് ചെയ്യണ്ട, അല്ലാതെ തന്നെ പറയണം. ആർക്കും പറയാൻ കഴിയും. സുഗതകുമാരി ടീച്ചറുടേതാണ് മനോഹരമായ ഈ കവിത. പരിസ്ഥിതി ദിനത്തിനു വേണ്ടി എഴുതാം. ഒരു തൈ നടാം അമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നാളേക്കു വേണ്ടി, നന്മയ്ക്കു വേണ്ടി. ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷ ലവ്ലി ജോർജ് അധ്യക്ഷയായിരുന്നു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ KR അജയ്, ജില്ലാ വിമുക്തി മാനേജർ MK പ്രസാദ്, മംഗളം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ ബിജു വർഗീസ്, തങ്കച്ചൻ തോന്നിക്കൽ, KG ശ്രീജ, KS അനീഷ, ഡോക്ടർ G ജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ലഹരിക്കെതിരായുള്ള അവബോധന ക്ലാസും നടന്നു. കോട്ടയം ജില്ലയിലെ വിവിധ കോളേജുകളിലെ കുട്ടികൾക്കൊപ്പം മംഗളം കോളേജിലെ NCC കേഡറ്റുകളും SDG സെല്ലിന്റെ ഭാരവാഹികളും വിദ്യാർത്ഥികളും ചടങ്ങിന്റെ ഭാഗമായി.